എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവൻ പുലിയ, വെറും പുലിയല്ല, ഒരു പുപ്പിലി. സത്യമാണ്. ഒരു പരീക്ഷയ്ക്ക് ജീവിതത്തിൽ ഇത്ര പ്രാധാന്യം ഉണ്ടാകുമെന്ന് ആര് കരുതി? ഇതിനാണ് മക്കളെ ബൈബിളിൽ പോലും പറയുന്നത്, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരാകുന്നു. അതുപോട്ടെ, നമുക്കൊരു പടം പിടിച്ചാലോ? കൊള്ളാം, അത് നല്ലൊരു ഐഡിയ. പക്ഷേ കഥ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു കഥയായാലോ? കൊള്ളാം, അത് പൊളിക്കും. അപ്പം കഥയുടെ നായകൻ ഞാനല്ലേ? നീ ഇതിലൊരു നടനാടാ. ആർക്ക് വേണം നിന്റെ നാടനെ? എനിക്ക് നായകനായ മതി. നോക്കാം. ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ആരുടെയെങ്കിലും ജീവിതവുമായി സാമ്യം തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം. കാരണം നിങ്ങളുടെ ജീവിതവും ഒരു സിനിമയായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇതിനകത്ത് ഇരുന്ന ചാകരയാണ് പോലും, ചാകര. ഇവനാണ് സാം ഫിലിപ്പ്. അച്ഛനും അമ്മയും അങ്ങ് ദുബായിൽ ജോലിക്കാരാണ്. വെയിറ്റിംഗ് ഷീറ്റാന്ന് പറഞ്ഞിട്ട് എന്നെ കാര്യമിരിക്കുന്നത് ഒറ്റ പെൺപിള്ളേർ പോലും. ഇവനാണ് മാർട്ടിൻ ജോർജ്. അച്ഛനും അമ്മയും അങ്ങ് US ജോലിക്കാരാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ 6 മാസങ്ങൾക്ക് ഇതൊന്നും അല്ലായിരുന്നു കഥ. ഇവനാണ് ജീവൻ ജെയിംസ്. അച്ഛനും അമ്മയും നാട്ടിൽ തന്നെ ജോലിക്കാരാണ്. നിർഭാഗ്യവശാൽ ബാക്കി 2 പേരും ഇവന്റെ കൂടെയാണ് താമസം. കഷ്ടകാലത്തിന് കസിൻസ്. എടാ പിള്ളേരെ എണീറ്റേ, 8 മണിയായടാ. കോളേജിൽ പോകണ്ടതല്ലേ? ഏറ്റു വായില്ലേ? എന്നെയല്ല, സാമനെയാ വിളിച്ച്. നീ പോ. എടാ നിന്നോടൊക്കെ അല്ലടാ എണീക്കാൻ പറഞ്ഞേ. ഞാൻ ഈ കഥ ചവിട്ടി പൊളിക്കണോ? ഇവന്മാർ ക്ലാസ് തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞ് ഇതുവരെ ഇവന്മാരെ മാത്രം ഒന്നും പഠിപ്പിച്ചിട്ടില്ലെന്നാ തോന്നുന്നു കേട്ടോ. വൈകിട്ട് വരും, രാവിലെ പൊക്കോളും, പുസ്തകം തുറന്ന് നോക്കുക പോലും ഇല്ല. അയ്യോ മതിയേ, എണീക്കാനുള്ളതായി. വെറുതെ അല്ല ജഗുവരെ പോലുണ്ടായത്. ഇന്ന് രാത്രി നമ്മുടെ ഷെരീഫിൻ്റെ ഷൈബിനിട്ട് ഒരു പണി കൊടുത്താലോ? NSSൻ്റെ പ്രോഗ്രാം ഓഫീസറാണെന്ന് നമുക്ക് വിളിക്കാം. എന്നിട്ട് പറയാം, നാളെ രാവിലെ കുമരകത്ത് വാ, കണ്ടൽക്കാട് നടാന്ന് പറയാം. കൊള്ളാം, നല്ല പരിപാടി, എനിക്കിഷ്ടപ്പെട്ടു. NSS ഞാൻ പറയുന്നതുകൊണ്ട് അവന്മാരെ വിശ്വസിക്കുകയും ചെയ്യും. പൂർ ബോയ്സ്. ഹോ, അതിന് ഇവിടുത്തെ അച്ചായന്മാർക്ക് എവിടാ നേരം? കോളേജ് വിടുമ്പോൾ തുടങ്ങും ഗേൾ ഫ്രണ്ട്സിനെ വിളി. ഷോ, ഇവൻ ഏതാടാ? ഇവൻ ഇറക്കി വിട്. ഈ ഗേൾ ഫ്രണ്ട്സിനെ കൊപ്പിച്ചെടുക്കുന്ന ഒരു കഴിവാ. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ എന്നാലും അവനെ അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. പാവം, അവനെ ഗേൾ ഫ്രണ്ട്സ് തേടി വരുമെന്നല്ലേ അവൻ പറയുന്നത്. ചത്ത് കഴിഞ്ഞാൽ കാണാനല്ലോ വന്നാൽ മതിയായിരുന്നു. പോടാ, എന്നെങ്കിലും എൻ്റെ മാം പൂക്കും. പൂക്കും. പൂവും കൊണ്ട് ഏതെങ്കിലും എന്തെങ്കിലും പോവുകയും ചെയ്യും. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഇവനോട് നമ്മൾ എത്ര തവണ പറഞ്ഞു ഒരു കൊച്ചിനെ നോക്കാൻ. ഉടനെ അവന് വലിയ നാണം. ഒരു പുണ്യാളം വന്നിരിക്കുന്നു. ബാ പോ. എന്നാ വയറിറങ്ങോ? വയറടാ. ഹായ് രശ്മ. ഒന്ന് പോടാ. ഒരു പെണ്ണിനെ വെറുതെ വിടരുത്. നിനക്ക് നാണമില്ലേ? നീ പോടാ, നിനക്ക് പറ്റിയത് പോലെ സെമിനാരിയാ. പോടാ. അല്ല, ഇവനെ ഒന്നും മിണ്ടാത്തേ? ഒന്നും പറയണ്ട, രാവിലത്തെ ഫുഡ് ചതിച്ചെന്നാ തോന്നുന്നേ. അതെങ്ങനാ? വെട്ടി വിഴുങ്ങിയ പോർക്കണമായിരുന്നു. ശത്രുക്കളെ കാണുന്ന പോലായിരുന്നു പോളിങ്. ഹായ് മച്ചാൻ. വാളിയാ. ഈ മറ്റവനോട് ഞാൻ പറഞ്ഞിട്ടുള്ള കേറി വരുമ്പോ വലിയ വിളിയാന്ന് വിളിക്കില്ലെന്ന്. പിന്നെ അത് കേൾക്കാൻ ഇവിടെ നേരം. അസൈൻമെന്റ് മൊത്തം എഴുതിയോ? മൊത്തം എഴുതി, ബുക്ക് പോലും മേടിച്ചില്ല. പിന്നെ എന്തിനാ? നമുക്ക് 45 എഴുതാടാ.
മോർണിംഗ്. ഇരിക്കും. ടേക്ക് യുവർ നമ്പേഴ്സ്. 4 option 3 sir. 3 option 4. 13, 14, 15, 16, 17. ഇന്നലെ നമ്മൾ ആംപ്ലിഫയേഴ്സിനെ കുറിച്ചല്ലേ പഠിച്ചേ? ബുക്ക് അടച്ച്. സാമേ, എന്താ ഈ ആംപ്ലിഫയർ? അത് ഈ ആംപ്ലിഫൈ ചെയ്യാൻ. എന്താ ആംപ്ലിഫൈ ചെയ്യാൻ? അത് മാർട്ടിനെ. ഇങ്ങനെ വേറെ ആരും കിട്ടിയില്ല സർ. അറിയായിരുന്നു, മറന്നുപോയി സർ. ജീവ. അതെ എനിക്കറിയാം, ഞാൻ പറയാൻ പോവാ. എന്നൊന്നും ഞാൻ വിട്ടുവോ? പറഞ്ഞ കൊല്ലും പന്നി. അറിയോ? സാർ അറിയില്ല സാർ. അപ്പം നിങ്ങൾ 3 പേരും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വന്ന് തന്നെ പറഞ്ഞേൽപ്പിക്കണം. ശരി സാർ. സന്തോഷമായല്ലോ, കുടുംബം കലക്കികൾ. എത്ര നേരമേ കാത്തിരിക്കുന്നു. ഞാനും. ഒരു മെസ്സേജ് പോലും ഇല്ല. നിനക്കോ? എൻ്റെ FB അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞതാണേ. അതങ്ങനെയല്ലേ വരുള്ളൂ. നിനക്കൊക്കെ ആര് മെസ്സേജ് അയക്കാനാ? പെൺപിള്ളേർക്കൊക്കെ വിവരം വെച്ച് പോയി മോനെ. വന്നു. ഹലോ, എന്തൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയുണ്ടോ? ഭാഗ്യം, മെസ്സേജും വന്നു. അവന്മാർക്ക് എന്നതിനുള്ളതായി. ഇനി വല്ല പുസ്തകവും വായിച്ചിരിക്കും. ഒരു ഒപ്റ്റിക്കൽ നെറ്റ്വർക്കിനെ മെയിനായിട്ടും 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക്, ഗാഡിംഗ്, ജാക്കറ്റ്. ഏറ്റവും എക്സ്ക്യൂസ് മീ സാർ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. മാർച്ച് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ദേ കിടക്കുന്ന അടുത്തത്. പണ്ടാരം എന്നെയും കൊണ്ട് പോകും. നന്നായി. വേണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് മുഴുവൻ എക്സാം ചൂടിലേക്ക്. പതിവിലും വിപരീതമായി എല്ലാവരും പഠിത്തവും തുടങ്ങി. നാളെ പരീക്ഷയാ, വല്ലതും അറിയാവോ? ഇല്ല, നിനക്കോ? എനിക്കറിയാം. എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. നിങ്ങളല്ലേ തിരക്കുള്ളവർ. ഡാ, ഇവൻ പറഞ്ഞത് കേട്ടോ? ഡാ, നീ തന്നെ എടുക്കുക. ഞാൻ കുറച്ച് വാലി പോയിന്റ്സ് നോട്ട് ചെയ്യുക. നാളെ പരീക്ഷ എഴുതണ്ടല്ലേ? പിന്നെ ഇങ്ങനെ എഴുതുന്നത് ഞങ്ങളുടെ നാട്ടിൽ കോപ്പി എന്നാ പറയുന്നത്. ഓ, അങ്ങനെയും പറയൂ. എങ്കിൽ എനിക്കും കുറച്ച് വാല്യൂ പോയിന്റ്സ് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ പാടും കഴിഞ്ഞു. എന്താവുമോ? കർത്താവേ, ഇതിന് മാത്രമേ പൊട്ടാവുള്ളേ. ഈശ്വരാ, പഠിച്ചതെല്ലാം ഓർമ്മിപ്പിക്കണേ. ഇതൊരുമാതിരി മൂഞ്ചി പരീക്ഷ, ഒന്നും അറിയത്തില്ല. പതിവില്ലാത്തൊരു നമുക്കൊരു വണ്ടി റെഡി ആയിട്ടുണ്ട്. ടൂറിന് പോയാലോ? എവിടെ പോവും? ആരാ ഡ്രൈവർ? ഞാനാ മോനെ ഡ്രൈവർ. അയ്യോ, നീയോ? അതന്നെ, ഞാൻ ഓടിച്ചാൽ പോവല്ലേ. അങ്ങ് പോകാതിരുന്നാ മതിയായിരുന്നു. എങ്ങോട്ടാ പോകുന്നേ? എന്നാ ആലപ്പുഴയ്ക്ക് പോയാലോ? സൗഹൃദത്തിൻ ചായമായി നമ്മൾ, കൂട്ടുകാർ നമ്മൾ, പാടുന്നൊരീണത്തിൻ മേലെയായി നമ്മൾ, നിറയും ഒരു സ്വപ്നം
നിങ്ങളൊക്കെ ഒന്നും പഠിക്കാതെ വന്നാണോ പരീക്ഷ എഴുതിയത്? പരീക്ഷ എഴുതിയ വിഷയങ്ങളിൽ എല്ലാ വിഷയത്തിനും ജയിക്കുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പോ. സാമാൻ മാർട്ടിൻ, സ്റ്റാൻഡപ്പ്. 4 വിഷയങ്ങൾക്ക് മാർട്ടിനും 3 വിഷയത്തിന് സാമും തോറ്റിട്ടുണ്ട്. ഭാഗ്യം, ഒന്നിന് ജയിച്ചു. ദൈവമേ, എന്നാൽ ചേച്ചി അത് എന്നോട് വേണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ഒട്ടും മോശമല്ല. നീയൊക്കെ എന്തിനു വരുന്ന? ആൻഡ് ദ ക്ലാസ് ടോപ്പർ ഈസ് ജീവൻ. ഇവനും കൊലപാതകം നടന്നു. ജീവൻ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ശരിക്കും ഞാൻ തന്നെയാണ് സാർ ക്ലാസ് ടോപ്പർ. കൺഗ്രാറ്റ്സ്. കണ്ടു പഠിക്കടാ. ഇന്ത്യയൊക്കെ കൂടെ നടക്കുന്നല്ലേ? പക്ഷെ അവൻ വീട്ടിൽ പോയി. പിള്ളേർക്കൊക്കെ വിവരം കുറഞ്ഞെന്നാ തോന്നുന്നത്. പുതിയ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. വരും വന്നില്ലെങ്കിൽ അത്ഭുതം തന്നെ. എന്നാലും നീ ആ MCQ പറഞ്ഞു തന്നിരുന്നെങ്കിലോ 1 മാർക്ക് കൂടി കിട്ടിയാണേ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ക്ലിയർ ചെയ്ത് തരണം. ഓക്കെ, അതെന്താ? നിന്റെ നമ്പർ ഒന്ന് തരണം, പഠിക്കുമ്പോൾ വല്ല സംശയം വിളിച്ചു ചോദിക്കാനാ. അതെന്താ? തീർച്ചയായും. അങ്ങനെ അവൻ കോളേജിൽ ഒരു ഹീറോ ആയി പിച്ച വെച്ച് തുടങ്ങി. ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട്സ് പോലും ഇപ്പോൾ അവൻ്റെ സൈഡായി. പതിയെ സാമും മാർട്ടിനും ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെ സ്ക്രീനിന് പിറകിലേ. പഠിച്ചാൽ മതിയായിരുന്നു. തോലി ഒരുമാതിരി മറ്റേടത്ത് പരിപാടിയിൽ പോയി. ആന്നേ, ഒരുമാതിരി ഒരു അടിയായിപ്പോയി. പോടാ, അങ്ങനൊന്നുമല്ല. ഈ തോൽവി നാളത്തെ വിജയമാക്കാൻ നിങ്ങൾക്ക് പറ്റും. ജീവിതം എൻജോയ് ചെയ്യാനുള്ളത്, അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. സ്വന്തം കാര്യം കൃത്യമായി നോക്കിയിട്ട് വേണം ബാക്കിയുള്ളതെല്ലാം. എങ്കിലേ പിന്നീട് ജീവിതത്തിലാണെങ്കിൽ പോലും വിജയിക്കാൻ സാധിക്കും. സമയം ഇനിയും വൈകിട്ടില്ല. അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് 3 പേർക്കും നല്ല മാർക്ക് വാങ്ങാം. അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദി റിയൽ ട്വിസ്റ്റ്? ഇതാണ് മക്കളെ യഥാർത്ഥ ജീവിതം. എന്നാ നമുക്ക് പോകാം. പോകാം. ഇവനെന്നാ വരുന്നില്ലേ? എന്നാലും നിങ്ങളെന്നെ നായകനാക്കിയില്ലല്ലോ. എടാ, ശരിക്കും നീ തന്നെയായിരുന്നു നായകൻ. പക്ഷേ അമ്മയുടെ വയറ്റി വെച്ച് മരിക്കുന്ന കുട്ടിയുടെ റോളാണ് നിനക്ക്. എന്ത് ചെയ്യാനാ? അടുത്ത ഒരു കഥയുണ്ട്. നീ ആയിരിക്കും ആ കഥയിലെ നായകൻ. പ്രോമിസ്. പോടാ. ശരിക്കും ശരിക്കും.